ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് പൈ നെറ്റ്വർക്കിനെ കുറിച്ച് തന്നെയാണ്. ഒരുപാട് പേര് സംശയമായിട്ട് എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട്. ഇപ്പോൾ വിൽക്കണോ അതോ ഇനിയും കൂടുതൽ മേടിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ പൈ നെറ്റ്വർക്കിനെ കുറിച്ച് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും വിറ്റിട്ടില്ല. ഞാൻ കുറച്ച് നാൾ എന്തായാലും ഹോൾഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ചാർട്ട് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇന്നലെ ഇടിഞ്ഞ സാധനം വീണ്ടും അത് തിരിച്ച് കയറുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് സെഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല രീതിയിൽ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. $1.6 വരെ വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം 7 days നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കുക. അപ്പോഴും ടോപ്പ് 5-ലാണ് PI നെറ്റ്വർക്ക് നിൽക്കുന്നത്. അതായത് എല്ലാ ക്രിപ്റ്റോ കറൻസിയും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ടോപ്പ് 5 ഇപ്പോൾ PI വന്ന് നിൽക്കുന്നുണ്ട്. ഇനി കറൻറ്റ് ട്രെൻഡിങ് 1 hour നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടോപ്പ് 3-ൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള 3 ടോക്കണിൻ്റെ ലിസ്റ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ PI നെറ്റ്വർക്കിനെ കുറിച്ചായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ചാർട്ടും നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ. പിന്നീട് മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ വിചാരിക്കുന്ന പോലെ 1-2 എക്സ്ചേഞ്ചുകളിലല്ല ഇത് ലിസ്റ്റായിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിൽ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. OKX, ബിറ്റ്ഗെറ്റ്, Gate.io, അതുപോലെ തന്നെ ഡിജിഫൈനെക്സ്, ഇതിൽ ചില എക്സ്ചേഞ്ചുകളൊന്നും നമുക്ക് കിട്ടില്ല. ഓനെക്സ് പ്രോ, പയോനെക്സ്, ഇതിലെല്ലാം ഓൾറെഡി ലിസ്റ്റ് ആയിട്ടുണ്ട്. ട്രേഡിങ്ങും നടക്കുന്നുണ്ട്. ഇവിടെ 24 hours ട്രേഡിംഗ് വോളിയം എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബിറ്റ്ഗെറ്റിലാണ് നടന്നിരിക്കുന്നത്. ഏകദേശം $55 million ട്രേഡിംഗ് അതിൽ നടന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ പർച്ചേസ് ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ആളുകൾ അത്യാവശ്യം നല്ല എമൗണ്ട്, ഇപ്പോൾ 1.5 1.6 ആകുമ്പോൾ ചിലപ്പോൾ വിറ്റിട്ടുണ്ടാകും. എന്നിട്ട് അവർ താഴെ എമൗണ്ട് താഴെ എത്തുമ്പോൾ ഏകദേശം ഒരു 0.5 0.6 ആകുമ്പോൾ വീണ്ടും മേടിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ട്രേഡിംഗ് വോളിയം നമുക്കിവിടെ കാണാം. സെക്കൻഡ് നിൽക്കുന്നത് OKX എക്സ്ചേഞ്ചിലാണ്. 36 million സംതിങ് ഡോളേഴ്സിൻ്റെ ട്രേഡിംഗ് അതിലും നടന്നിട്ടുണ്ട്. ഏകദേശം 10-12 എക്സ്ചേഞ്ചിൽ ഓൾറെഡി ഇത് ലിസ്റ്റായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹോട്ട് കോയിൻ എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിലും, ആക്സെൻ്റ് EX, ജിയോടെക്സ്, ഇതിലെല്ലാം ഇത് ലിസ്റ്റായിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ എക്സ്ചേഞ്ചാണ്. മിക്കതും നമുക്ക് ഇന്ത്യയിൽ ബ്ലോക്കായ എക്സ്ചേഞ്ചുകളാണ്. അതാണ് നമുക്ക് ഇതിൻ്റെ ലിസ്റ്റുകളൊന്നും അറിയാത്തത്. അപ്പോൾ ഏകദേശം 10-15 ചെറിയ ചെറിയ എക്സ്ചേഞ്ചുകളിൽ ഓൾറെഡി ലിസ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങാനും ഇത് PI നെറ്റ്വർക്ക് നമ്മളുടെ ബൈനാൻസിൽ ലിസ്റ്റായിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ആർട്ടിക്കിൾ ഞാൻ ഇവിടെ വായിച്ചു നോക്കിയതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ക്രെഡിബിലിറ്റി കൂടാൻ വളരെയധികം സഹായിക്കും. ഇതിൻ്റെ റേറ്റ് സ്കൈ റോക്കറ്റ് ചെയ്യാനും ബൈനാൻസിൽ എങ്ങാനും ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബൂസ്റ്റ് ഇൻ ക്രെഡിബിലിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ ലിക്വിഡിറ്റിയും ആക്സസിബിലിറ്റിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പും എല്ലാം വളരെയധികം നല്ല രീതിയിലുള്ള വർധന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബൈനാൻസിൽ ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താനുള്ള ചാൻസും വളരെയധികമാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് വാലിഡേഷനും മറ്റു കാര്യങ്ങളും എൻഹാൻസ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ചെറിയ നെഗറ്റീവ് വരുന്നത് വോളറ്റിലിറ്റി റിസ്ക്. അതായത് വോളറ്റിലിറ്റി റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും ക്രിപ്റ്റോ ഏത് ടോക്കൺ എടുത്താലും അതിന് വോളറ്റാലിറ്റി ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കാത്ത ടൈം മാർക്കറ്റ് ഏറ്റവും മുകളിലേക്ക് പോവുകയും അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്കൻഡിൽ മാർക്കറ്റ് താഴെ വരികയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ കണ്ടിട്ടുണ്ട്. അത് ഇതിലും എന്തായാലും ബാധകമാണ്. നമുക്ക് എന്തായാലും ക്രിപ്റ്റോ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, വോളറ്റാലിറ്റി ഇതിൻ്റെ ഒരു ഭാഗമാണ് ക്രിപ്റ്റോ കറൻസിയുടെ. അതുപോലെ തന്നെ ഇതിൻ്റെ മൈനിങ് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞിരുന്നത് ഏകദേശം 1 billion ആളുകളിലേക്ക് എത്തുമ്പോൾ ഇത് മൈനിങ് സ്റ്റോപ്പ് ആവും എന്നാണ്. പക്ഷേ ഇനി ഇതിൻ്റെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ ടോക്കൺസ് നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് മൈൻ ചെയ്യാനുള്ള അവസരമുണ്ട്. കാരണം ഇതിൻ്റെ മൈനിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ഡേറ്റ് ഒന്നും ഇവർ ഒരു ആർട്ടിക്കിളിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ അക്കൗണ്ട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മൊബൈൽ നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് റീജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതിൻ്റെ എൻഡിങ് ഡേറ്റ് ഒന്നും മൈനിങ് എൻഡിങ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ KYC ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അവർ കാണിച്ചിട്ടുണ്ടായത് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ KYC ഇപ്പോഴും സ്ലോട്ട് അവൈലബിൾ ആയിട്ടില്ല. അത് അല്ലെങ്കിൽ KYC കംപ്ലീറ്റ് ആയവരുടെ ടെൻറ്റേറ്റീവ് KYC എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് അയക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലോട്ട്സ് അവൈലബിൾ ആകാത്ത ആളുകൾ വീണ്ടും എന്തായാലും വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിനെറ്റിൽ ഇപ്പോൾ ട്രാൻസ്ഫറബിൾ ബാലൻസിൽ കാണിക്കുന്നത് മൈഗ്രേറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടാണ് മൈഗ്രേറ്റ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും
സെക്കൻഡ് മൈഗ്രേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതല്ല ഒട്ടും മൈഗ്രേറ്റ് ആയിട്ടില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫസ്റ്റ് മൈഗ്രേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് മൈഗ്രേഷൻ്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓപ്പൺ മെയിനെറ്റ് ആക്ടിവേറ്റ് ആയതിനു ശേഷം അവർ ട്രേഡിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം പതുക്കെ ആയിരിക്കും നമ്മുടെ ടോക്കൺസ് ഒക്കെ ഓരോ സെക്ഷനായിട്ട് റിലീസ് ചെയ്യുന്നത്. KYC ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തൂടെ എന്ന്. എനിക്കത് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. KYC ഇപ്പോൾ ഒരുപാട് പേരുടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇന്ന് കുറച്ച് പേരുടെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സക്സസ്ഫുള്ളായിട്ട് 80 ആളുകളുടെ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പെൻഡിങ് ആണ്. 93% ആക്യുറസി ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ മിക്ക ആളുകളുടെയും ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ അല്ല എനിക്ക് വരുന്നത്, മറിച്ച് കൊറിയ, ജാപ്പനീസ് അതുപോലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിലുള്ള ആളുകളുടെ KYC ഡീറ്റെയിൽസ് ഒക്കെയാണ് എനിക്ക് കൂടുതലും വരുന്നത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഓവറായിട്ട് ഞാൻ ചെയ്യാത്തത്. മറിച്ച് ഇപ്പോൾ നമ്മളുടെ റെഫറൽസിൻ്റെ വാലിഡേഷൻ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് പേരുടെ KYC ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ എങ്ങാനും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു തരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവരുടെ സപ്പോർട്ട് ടീമിൽ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട്. അങ്ങനെ വല്ല ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുത്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് നോക്കി KYC വെരിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആവട്ടെ എന്ന് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ട വരും എന്തായാലും. അപ്പോൾ ഇവർ കൂടുതലും ഈ ടോക്കൺസ് എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മെയിനെറ്റ് ഓപ്പൺ ആയത് അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ കൂടുതൽ ആളുകൾ അത് സെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 2,83,000 ടോക്കൺ എനിക്കുണ്ടായിട്ട് മെയിനെറ്റിലേക്ക് വന്നിരിക്കുന്നത് ഏകദേശം 900-നടുത്ത് ടോക്കൺസ് മാത്രമാണ്. 833 ടോക്കൺ മാത്രമാണ് മൈഗ്രേറ്റിൽ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം അൺവെരിഫൈഡിലാണ് ഇപ്പോഴും കിടക്കുന്നത്. എന്തായാലും ഒരു 10, 100, 500 പേരെങ്കിലും മാക്സിമം KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എൻ്റെ കീഴിൽ. പക്ഷേ അതിൻ്റെ ടോക്കൺസ് ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അത് ഇവർ ചിലപ്പോൾ മനഃപൂർവ്വം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇതുപോലുള്ള നമ്മൾ പെട്ടെന്ന് ടോക്കണൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ കൊണ്ട് സെല്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മൈഗ്രേറ്റ് സെക്ഷനിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും KYC കംപ്ലീറ്റ് ചെയ്ത് കഴിയണം. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം, അപ്രൂവലായി കഴിയണം. എന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക് മൈഗ്രേഷൻ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ക്യൂവിലേക്ക് നിങ്ങൾ വരികയുള്ളൂ. അതും ചിലപ്പോൾ ഇവരുടെ ഒരു ട്രിക്കായിരിക്കും ഈ ടെൻറ്ററ്റീവ് KYC എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. കാരണം അത് ഏകദേശം ഒന്ന് ലോക്ക് ചെയ്യാം, കുറച്ച് നാൾ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ട്രിക്കായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പെട്ടെന്ന് ചെന്ന് വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇടിയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അൺവെരിഫൈഡ് ബാലൻസ് എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇനി KYC കംപ്ലീറ്റ് ചെയ്യാനും ഏകദേശം 4 ദിവസം കൂടിയുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഇത് മിക്കവാറും ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇനി വീണ്ടും ചിലപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തെന്നിരിക്കും. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്ലോട്ടുകൾ അവൈലബിൾ ആയ ആളുകൾ ചെയ്യാൻ നോക്കുക. ഇല്ലാത്തവർ ടെൻറ്ററ്റീവ് KYC ആയവർ വെയിറ്റ് ചെയ്യുക. അപ്രൂവൽ ആവാൻ വേണ്ടിയിട്ട് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ഇവരുടെ ഫോറത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 4 ദിവസം കൂടിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് അനുസരിച്ച് യു വിൽ ലൂസ് സം ബോണസ് PI ആട്രിബ്യൂട്ടഡ് ടു ദ കോൺട്രിബ്യൂഷൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ട് ചിലപ്പോൾ ഈ അൺവെരിഫൈഡ് ബാലൻസിൽ നിന്ന് മൊത്തമായിട്ട് ചിലപ്പോൾ നമുക്ക് നഷ്ടമാവാൻ ചാൻസ് ഉണ്ടാവില്ല. എന്നിരുന്നാലും നമുക്കത് ക്ലിയർ ആയിട്ട് പറയാനും പറ്റില്ല, ഇവരുടെ രീതി എങ്ങനെയാണെന്ന് അറിയില്ല. വിൽ ലൂസ് സം ബോണസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് എമൗണ്ട് എങ്കിലും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അൺവെരിഫൈഡ് ബാലൻസിൽ നിന്ന്. അതെന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ചില ആളുകൾ എനിക്ക് ഈ ഒരു പോസ്റ്റ് PI നെറ്റ്വർക്കിൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഓൾ കറൻറ്റ് DEX ലിസ്റ്റിംഗ്സ് ആർ നോട്ട് വിത്ത് റിയൽ PI. DEX വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. അതിൽ പെട്ടതാണ് ഈ ബിറ്റ്ഗെറ്റ്, OKX എല്ലാം. അതുപോലെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. അതിലെല്ലാം ഇത് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രോഡുലൻ്റ് ആണ്, അവരായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ പോസ്റ്റ് വായിച്ചവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വി റെക്കമെൻഡ് ദാറ്റ് യു ഓൺലി എൻഗേജ് വിത്ത് ബിസിനസ്സസ് ലിസ്റ്റഡ് ഓൺ ദിസ് പേജ് എന്ന് പറഞ്ഞിട്ട് mindpi.com ഒരു KYB ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം OKX, ബിറ്റ്ഗെറ്റ്, Gate.io, Pionex ആൻഡ് MEXC. ഇതെല്ലാം ഒഫീഷ്യലി ലിസ്റ്റഡ് ആയിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള
എക്സ്ചേഞ്ചുകളാണ്. ബാക്കിയുള്ളതെല്ലാം ഇവർ അറിയാതെ അല്ലെങ്കിൽ ഇവരായിട്ട് ഒഫീഷ്യലി ലിസ്റ്റഡ് ആകാത്ത വെബ്സൈറ്റുകളിലും ഒരുപാട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില ആളുകൾ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, ഇവർ ഒഫീഷ്യലി ഒന്നിലും ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ? ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമ്മളറിയാത്ത ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ ഇത് ഓൾറെഡി ലിസ്റ്റ് ആയിട്ടുണ്ട്. അതൊന്നും ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല. കോയിൻസ് ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതിൽ നമ്മളിപ്പോൾ പൈ നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് സെൻഡ് ചെയ്ത കോയിനൊക്കെ ആയിരിക്കും. പക്ഷെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവർ യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പല പല പോസ്റ്റിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽസ്, ഇതെന്തിനെക്കുറിച്ചുള്ള പ്രോജക്റ്റാണ്, എന്തിനു ഉപയോഗിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പൈ നെറ്റ്വർക്ക് എന്ന് എക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് പഴയ ട്വിറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് കിട്ടും. ഏകദേശം 3.8 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ്. ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എപ്പോഴും ഇവർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടോക്കൺ ശരിക്കും ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ മീം കോയിനൊക്കെ പോലെ കുറച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ മാക്സിമം കാലം ഇത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ യൂട്ടിലിറ്റി, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പകരം PI കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കാർ പർച്ചേസ് ചെയ്തിട്ട് പകരം PI ടോക്കൺ കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക്, എന്നുള്ള ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വാല്യൂം ഇത് കയറണം. അതിനുള്ള പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ചെറിയ എമൗണ്ടൊക്കെ കിട്ടിയിട്ട് നമ്മൾ വിറ്റ് കളയുന്നതിന് പകരം ഫ്യൂച്ചറിലേക്ക് കുറേ നാളുകൾ ഹോൾഡ് ചെയ്തിട്ട്, ഇപ്പോൾ ബിറ്റ് കോയിനൊക്കെ ഇറങ്ങിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ഏകദേശം $0.01 $0.05 അത് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏകദേശം 14-15 വർഷം മുമ്പ് ഞാൻ ബിറ്റ് കോയിൻ മേടിക്കാൻ നോക്കുമ്പോൾ $1 എനിക്ക് ബിറ്റ് കോയിൻ മേടിക്കാൻ കിട്ടിയത്. ഞാൻ $10 വെച്ചിട്ട് 10 ബിറ്റ് കോയിൻ മേടിക്കാൻ നോക്കിയപ്പോൾ ആ സമയം സെപ്പേ മാത്രമെന്നുള്ള എക്സ്ചേഞ്ച് മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് KYC വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയം കംപ്ലീറ്റ് ചെയ്യാൻ. എൻ്റെ KYC അവർ റിജക്റ്റ് ചെയ്തത് കാരണം മാത്രമാണ് ആ 10 ബിറ്റ് കോയിൻ എനിക്കന്ന് നഷ്ടപ്പെട്ടത്. അത് മേടിക്കാനും പറ്റിയില്ല. പക്ഷേ അതുപോലെ എങ്ങാനും ഇത് ബിറ്റ് കോയിൻ്റെ അത്രയൊന്നും ആകണ്ട, എന്നിരുന്നാലും ഒരു $100 ഒക്കെ ആയാൽ തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ചെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക കുറേ കാലത്തേക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 60 മില്യൺ എൻഗേജ്ഡ് പയനീഴ്സ് ഓൾറെഡി ഇതിലായിട്ടുണ്ട്. ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി, അത് പെട്ടെന്നുണ്ടായ കമ്മ്യൂണിറ്റി അല്ല, ഏകദേശം 6 വർഷം എടുത്തിട്ട് ഇവർ ബിൽഡ് ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ എയർ ഡ്രോപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 5 മില്യൺ 6 മില്യൺ ഫോളോവേഴ്സൊക്കെ ഓരോ ഗ്രൂപ്പിലും കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഒരു എൻഗേജ്മെൻറ്റിലൂടെ വരുന്ന ഫോളോവേഴ്സാണ്. അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. പക്ഷേ അതുപോലെയല്ല, ഏകദേശം 6 ഇയേഴ്സ് എടുത്തിട്ട് അവർ ബിൽഡ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തായാലും അവർ കളയാൻ അത് ഉദ്ദേശിക്കില്ല. നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ടോക്കണായിട്ട് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്നലെ മിനിയാന്ന് കണ്ട പോലത്തെ ക്രാഷുകളൊക്കെ ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് ക്രിപ്റ്റോ കറൻസിയാണ്. തീർച്ചയായിട്ടും വോളറ്റാലിറ്റി എന്തായാലും ഉണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ കയറാനും ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഏകദേശം ഒരു 0.6, ഇന്നലെ മിനിയാന്ന് $0.6 ആയപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട്, എൻ്റെ USDT ഇതിൽ കിടപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ എമൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും അത് ഇപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിൽ തന്നെയാണ്. $1.5 ആയപ്പോൾ തന്നെ പ്രോഫിറ്റിലാണ്. അപ്പോൾ അതുപോലെ അത്യാവശ്യം വളരെ ഇടിവൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ USDT ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുക. ഇപ്പോഴും ഞാനിത് സെല്ല് ചെയ്യാൻ പറയുന്നില്ല. ഇപ്പോൾ അത്യാവശ്യമുള്ള ആളുകൾക്ക് മറ്റു മാർഗ്ഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് നോക്കാം. കുറച്ച് എമൗണ്ടെങ്കിലും ഇതിലിടാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും ഇപ്പോൾ സെല്ലൊന്നും ചെയ്യുന്നില്ല. ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ബേസിലേക്ക് ഞാൻ എന്തായാലും ഇത് കീപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക. എന്തായാലും ക്രിപ്റ്റോ കറൻസിയാണ്, എപ്പോഴും റിസ്ക്കിയാണ്. റിസ്ക് എടുത്ത് മാത്രം നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യലും, ക്രിപ്റ്റോ എന്നല്ല സ്റ്റോക്ക് മാർക്കറ്റിലായാലും എന്തായാലും റിസ്ക്കാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ ചെയ്യുക. പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇറങ്ങണമെന്ന് തോന്നിയാൽ ഇറങ്ങാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. അതുപോലെ തന്നെ KYC ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. ടെൻറ്റേറ്റീവ് KYC ഒക്കെ ചിലപ്പോൾ അപ്രൂവലായി വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് 1 by 1 ആയിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ട് ടീമിൽ ഞാൻ ചെറിയ സജഷനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളുടെ റെഫറൽസിൻ്റെ KYC നമുക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആക്കി തരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അതിൻ്റെ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ആർട്ടിക്കിൾ ബൈനാൻസ് സ്ക്വയറിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്, PI കോയിൻ ലിസ്റ്റിംഗ് ക്യാൻ ഇറ്റ് റീച്ച് $500 ആഫ്റ്റർ മെയിൻനെറ്റ് ലോഞ്ച്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. $500 വരെയും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ടോക്കൺ യുണീക്ക് ആവുന്നത് എന്തുകൊണ്ടെന്നാൽ
ഏകദേശം 40 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ്, അതായത് 60 മില്യൺ യൂസേഴ്സ് ഉണ്ടെങ്കിലും ആക്റ്റീവായിട്ട് മൈൻ ചെയ്യുന്ന 40 മില്യൺ യൂസേഴ്സ് ഇപ്പോഴും ഇതിലുണ്ട്. അതായത് മുമ്പൊക്കെ പവർഫുൾ ആയിട്ടുള്ള മൈനിങ് റിഗും മറ്റു കാര്യങ്ങളും എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണമായിരുന്നു മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പുതിയൊരു സിസ്റ്റമാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ PI കോയിൻ പ്രൈസ് പ്രഡിക്ഷൻ കുഡ് 500 ബി റിയലിസ്റ്റിക് എന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്മ്യൂണിറ്റി തന്നെയാണ്. 40 മില്യൺ യൂസേഴ്സ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് സർക്കുലേറ്റിംഗ് സപ്ലൈ കുഡ് ട്രിഗർ എ പ്രൈസ് സർജ്. ഇപ്പോഴും ഈ ടോക്കന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട്, അതായത് സർക്കുലേറ്റിംഗ് സപ്ലൈ ലിമിറ്റഡ് ആണ്. പിന്നീട് ഒരുപാട് പേരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കാണ്, പല പല കാരണങ്ങളാൽ ടോക്കൺസ് എല്ലാം ലോക്കാണ്. അത് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ കളിക്കുന്ന ഒരു കളിയായിരിക്കാം, സപ്ലൈ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്യുന്നതുമായിരിക്കാം. മെയിനായിട്ടുള്ള ഫാക്ടർ ഇത് പ്രൈസ് ഇത്രയും ആകണമെങ്കിൽ മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനാൻസ്, കോയിൻ ബേസ്, അതുപോലെ തന്നെ ക്രൈക്കൺ എന്ന് പറയുന്ന വെബ്സൈറ്റിലൊക്കെ ഇതിൻ്റെ ലിസ്റ്റിംഗ് ആണ്. അതാണ് മെയിൻ ഫാക്ടർ. അതിലെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ ട്രസ്റ്റബിളായിട്ട് ഇതിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതാണ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞത്, റിയൽ വേൾഡ് പേയ്മെൻറ്റ് ആൻഡ് ഡിഫൈ എന്ന് പറഞ്ഞിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു PI ടോക്കൺ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡും വളരെയധികം വർദ്ധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചലഞ്ചസ് നമുക്ക് വായിക്കാം. ലിക്വിഡിറ്റി ഇഷ്യൂസ്, ഒരുപാട് യൂസേഴ്സ് ഉള്ളത് കാരണം പ്രൈസ് ക്രാഷ് വരാൻ, അതാണ് നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ കണ്ടത്. കാരണം ഒരുപാട് യൂസേഴ്സ് അപ്പം തന്നെ സെല്ലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രൈസ് ക്രാഷ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സ്ചേഞ്ചുകൾ, പുതിയ എക്സ്ചേഞ്ചുകളിൽ ലോഞ്ച് കഴിഞ്ഞ ശേഷമുള്ള ലിസ്റ്റിങ്ങിനുള്ള താമസങ്ങൾ, അതെല്ലാം ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാം. പിന്നെ റെഗുലേറ്ററി കൺസേൺസ് ആണ്. ഇപ്പോൾ പുതിയൊരു ക്രിപ്റ്റോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ട് പുതിയ ലോയും മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള യൂസബിലിറ്റിയുള്ള അല്ലെങ്കിൽ യൂട്ടിലിറ്റിയുള്ള ക്രിപ്റ്റോ കറൻസി ഒക്കെ ഇറങ്ങുമ്പോൾ അതൊക്കെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫൈനൽ തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $500 എത്താൻ പറ്റുമോ എന്നുള്ള അത് പോസിബിൾ ആണ്, പക്ഷേ ഗ്യാരണ്ടീഡ് അല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, $500 ഒക്കെ എത്താനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതൊരു യൂസബിലിറ്റി ടോക്കൺ ആവുകയാണെങ്കിൽ, അതായത് സ്ട്രോങ് ഡീസെൻട്രലൈസ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൾട്ട് കോയിനിൽ വെച്ച് ടോപ്പ് കോയിൻ ആകാൻ ഇത് ചാൻസ് വളരെ കൂടുതലാണ്. ഇതിലും കൂടുതൽ വാല്യൂ ഉള്ള ഓൾട്ട് കോയിനൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം അതൊന്നും യൂസബിലിറ്റി ഇല്ലാതെ പക്ഷേ ഡിമാൻഡ് അനുസരിച്ച് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് കാരണം കൂടുന്ന ഓൾട്ട് കോയിൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് വരുന്നത്. ഇതൊന്നും കംപ്ലീറ്റ്ലി ഗ്യാരണ്ടീഡ് ഒന്നുമല്ല. ഈ കാരണങ്ങളെല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇതിലേക്കൊക്കെ കടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവർ അല്ലെങ്കിൽ അക്കൗണ്ട് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും മൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും മൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക.